എല്ലാ കർത്താവിനാൽ അനുഗ്രഹമായ കർത്തൃപകൽക്കാലത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധനയ്ക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ വാത്സല്യ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ ഏവർക്കും ധന്യനും വന്യനും നമ്മെ ചേർപ്പാൻ മധ്യാകാശത്തിൽ വേഗത്തിൽ വെളിപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന യേശുനാഥന്റെ ഹല്ലേലൂയ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും സർവശക്തനായ ദൈവം ഇങ്ങനെ ഒരു സാവകാശം കൂടെ നമ്മുടെ ജീവിതത്തിൽ നൽകിയല്ലോ, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം നമ്മെ പരിപാലിച്ചു. നമ്മായിരുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ കൃപയുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഉപജീവന മാർഗങ്ങളിൽ, നാം കടന്നുപോയ എല്ലാ മേഖലകളിലും കർത്താവ് നമ്മോട് കൂടെ ഇരുന്നു. നമുക്ക് സഹായകനായി സ്വാന്തന വാക്ക് തന്ന് നമ്മെ ആശ്വസിപ്പിച്ച ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നാം ആരാധനയ്ക്കാണ് ദൈവസന്നിധിയിൽ വന്നത്. ഇത് നമ്മുടെ ആരാധനയുടെ പകല. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, പല സർക്കാർ ഓഫീസുകളിലൊക്കെ ചെന്ന് നോക്കിയാൽ അവിടെ ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, സൺഡേ ഹോളിഡേ. ദൈവത്തിന് സ്തോത്രം. ഞായറാഴ്ച അവരുടെ ഒഴിവ് ദിവസമാണ്, അവധി ദിവസമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം തിരക്കുള്ളൊരു ദിവസമാണ് ഞായറാഴ്ച. അത് ആരാധനയുടെ കെയർ ഓഫിൽ മാത്രമായിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് ഞായറാഴ്ച ദൈവം തന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. ഞായറാഴ്ച ആരാധിച്ചെങ്കിലേ ആരാധന ശരിയാകുള്ളൂ എന്നൊരു ചിന്താഗതിയിലല്ല ഞാനത് ഓർപ്പിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇതര രാജ്യങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് അവരുടെ ആരാധനയിൽ ദൈവത്തിന് വില കൽപ്പിക്കയില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. എങ്കിലും ഹല്ലേലൂയ, കേരളക്കരയിൽ ആയിരിക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ഈ പകൽ ദൈവം അനുവദിച്ചു നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചില കാലങ്ങൾക്ക് മുമ്പ് താൽക്കാലിക സമയങ്ങളിലേക്ക് ഇന്ത്യയുടെ ഭരണകൂടം പിടിച്ചടക്കിയതായ ഒരു വിഭാഗത്തിന്റെ രഹസ്യ അജണ്ടയിൽ അവർ ഉൾപ്പെടുത്തിയതായ ഒരു വിഷയമായിരുന്നു ഞായറാഴ്ച ഒരു വർക്കിംഗ് ഡേ ആക്കണമെന്ന്. പക്ഷേ ദിവസങ്ങൾ പോലും കഴിയുന്നതിന് മുമ്പ് ആ ഭരണകൂടം കൊപ്പുകുത്തുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം തന്റെ ജനത്തെ ആരാധിക്കുവാൻ ദൈവത്തിന്റെ ജനത്തിന് ഈ നാടുകളിൽ, ഈ ദേശത്ത് അനുവദിച്ചിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം അത് ലഭിക്കുന്നിടത്തോളം കാലം ആ നിലയിൽ വിനിയോഗിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനിയും അതിനൊരു മാറ്റം വരുത്തുന്നത് ദൈവത്തിന്റെ പ്ലാനാണെങ്കിൽ ചോദിപ്പാൻ കഴിയുകയില്ല. എന്നാൽ ഹല്ലേലൂയ, ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടെ ആരാധിക്കുന്ന ദൈവജനത്തെ അറ്റാക്ക് ചെയ്യാനുള്ള മനോഭാവത്തോടുകൂടെ ആരെങ്കിലും അതിനുവേണ്ടി ഉതിർന്നാൽ, അല്ലെ തയ്യാറായാൽ, അതിനുവേണ്ടി ഒരുങ്ങിയാൽ സ്വർഗം മൗനമാകയില്ലെന്നുള്ളത് ഈ വേദപുസ്തകത്തിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അല്ലെ, നാമധേയ സംഘടനകൾ ഉയർന്നാൽ, സാമുദായിക ശക്തികൾ ഉയർന്നാൽ, ദൈവവൈതലെ അതിന്റെ നടുവിൽ മൗനമായിരിക്കാതെ അതിന്റെ തക്കവണ്ണം ദൈവകൃപയെ ആർജിച്ചുകൊണ്ട് നിലനിൽപ്പാൻ കഴിഞ്ഞാൽ നമ്മെ മാനിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളുടെ വിലപ്പെട്ട പ്രാർത്ഥന കർത്താവിന്റെ വേലയ്ക്ക് സഹായമായിരുന്നു. ഓർത്തു പ്രാർത്ഥിച്ച എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ നമ്മുടെ ചെയിൻ പ്രയറിനോടുള്ള ബന്ധത്തിൽ സഭയുടെ വിഷയങ്ങളെ ഓർത്ത് മനസ്സണയ്ക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറന്നു പോകാതെ അതാത് ദിവസങ്ങളിൽ അത് ചെയ്യുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ. ഇന്ന് പകൽ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് വേഗത്തിൽ ശ്രദ്ധ കൊണ്ടുവരുവാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. 22-ാം സങ്കീർത്തനമാണല്ലോ നമുക്ക് വായിപ്പാനിടയായി തീർന്നത്. ഇതൊരു മച്ചികൈക സങ്കീർത്തനമായി നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത് മച്ചികൈക സങ്കീർത്തനം എന്ന് പറയാൻ കാരണം യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒട്ടനവധി വാക്യങ്ങൾ ഈ സങ്കീർത്തനത്തിന്റെ ഫലഭാഗങ്ങൾ
ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഇതൊരു മശീകിക സങ്കീർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഈ വായിച്ച വാക്കുകൾക്ക് ഒരു ഹല്ലേലൂയ തലവാചകം കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു ഹെഡിങ് കൊടുത്താൽ, ഞാൻ അതിനെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കഷ്ടതയുടെ സങ്കീർത്തനമാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിലെ വാക്യങ്ങൾ പ്രത്യേകാൽ അതിന്റെ 12 മുതലുള്ള വേദഭാഗങ്ങൾ 17 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ ഹല്ലേലൂയ ഒരു കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ വാക്കുകളാണ്, പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ വാക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ചോദ്യത്തോടുകൂടി ആരംഭിക്കുന്നതായ ഈ സങ്കീർത്തനം അവിടെ ഇങ്ങനെ നാം കാണുന്നു: യഹോവേ, എന്നെ കൈവിട്ടത് എന്ത്? ദൈവത്തിന് സ്തോത്രം. എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്താ? ദൈവത്തിന് സ്തോത്രം. ഒരു ചോദ്യത്തോടുകൂടി ആരംഭിക്കുന്ന സങ്കീർത്തനം തുടർന്ന് അതിന്റെ അടുത്ത ഭാഗങ്ങളിൽ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവം അകന്നു നിൽക്കുന്ന അനുഭവങ്ങളെ കണ്ടുകൊണ്ട് ഭക്തനൊന്ന് ഉണർന്ന് ദൈവസന്നിധി സമർപ്പിക്കുന്ന ഭാഗമാണ് രണ്ടാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ. രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ ഒന്നാമത്തെ വാക്യത്തിൽ ദൈവം കൈവിട്ടതിന്റെ പോരായ്മ സ്വയം ഏറ്റെടുത്തുകൊണ്ട്, അതിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാ. കർത്താവേ, അതിന് എന്റെ പോരായ്മയാണെങ്കിൽ ക്രമീകരിപ്പാൻ ഞാൻ തയ്യാറാ. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാ ക്രമീകരിക്കുന്നത്? ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നീ ഉത്തരമരുന്നില്ല. രാത്രി സമയത്തും ഹല്ലേലൂയ എനിക്ക് ഒട്ടും മൗനതയില്ല. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ രാവും പകലും ഞാൻ ദൈവസന്നിധിന്റെ പാദപീഠത്തിലിരുന്നു നിലവിളിക്കുകയാ, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. ദൈവം എന്നെ കൈവിട്ടതിന്റെ കാരണം, ദൈവം എന്നെ ഉപേക്ഷിച്ചതിന്റെ കാരണം, ദൈവം എന്നെ സഹായിക്കാഞ്ഞതിന്റെ കാരണം എന്റെ പോരായ്മയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്കൊരു തിരുത്തൽ വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആത്മീയ ജീവിതം നന്നായി പോകണമെങ്കിൽ ആത്മീക ജീവിതത്തിന് തിരുത്തലുകൾ ആവശ്യമാണ്. അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ വരുത്താൻ സ്വയം ആഗ്രഹിക്കുമ്പോഴാണ് നാം മാനിക്കപ്പെടുന്നത്, ദൈവസന്നിധിയിൽ ഉണർത്തപ്പെടുന്നത്. നമുക്കറിയാം, ഇന്നലകളിൽ ജീവിച്ച പശ്ചാത്തലമല്ല ഇന്നത്തെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഓരോ ദിവസത്തിനനുസരിച്ച്, കാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ലോകത്തിന് വരുന്നതായ മാറ്റം, സമൂഹത്തിന് വരുന്ന മാറ്റം ഉൾക്കൊള്ളുവാൻ നാം തയ്യാറാണെങ്കിൽ, അതിനുവേണ്ടി നാം സമർപ്പിക്കുന്നു എങ്കിൽ, അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ നാം ഉൾക്കൊള്ളുന്നെങ്കിൽ ആത്മീക ജീവിതത്തിലും വരുത്തേണ്ട മാറ്റം എന്തുകൊണ്ട് ഉൾക്കൊള്ളുന്നില്ല? ഹല്ലേലൂയ. നാം പാർക്കുന്നതായ ഭവനം, നാം താമസിക്കുന്നതായ വസ്തുവിന്റെയൊക്കെ ടാക്സ് 5 വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ അത് റിവൈസ് ചെയ്ത് വരും. ഹല്ലേലൂയ. ഒരു പക്ഷേ ഈ 50 വർഷങ്ങൾക്ക് മുമ്പ് 4 രൂപ മാത്രം കരമടച്ചിരുന്ന ഒരു വസ്തുവിന്റെ കരം ഇന്ന് അതിന്റെയൊക്കെ എത്രയോ മടങ്ങ് കൂടിപ്പോകുമ്പോൾ അന്നത്തെ വസ്തുവാണ് ഇന്നത്തെ വസ്തു. അന്ന് താമസിക്കുന്ന വ്യക്തിയായി ഇന്നും താമസിക്കുന്നത്. അതുകൊണ്ട് മാറ്റത്തിന് ഞാൻ ഒരുങ്ങയില്ലെന്ന് പറഞ്ഞാൽ അതിന് തക്കതായ ശിക്ഷകളും അതിന് തക്കതായ ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, 40 വർഷങ്ങൾക്ക് മുമ്പുള്ള മാറ്റം ഇന്നിന്റെ അനുഭവത്തിൽ ഉണ്ടാകുന്നത് ഉൾക്കൊള്ളാൻ നമ്മൾ മനസ്സുകൊണ്ട് റെഡിയാണെങ്കിൽ, ഹല്ലേലൂയ, ജീവിതത്തിൽ ആത്മീക തലങ്ങളിൽ വരുത്തേണ്ടതായ മാറ്റങ്ങൾ വരുത്തുവാൻ, അതും ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട്, വീണ്ടും ഞാൻ ഊന്നി പറയാം, ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് വ്യതിചലിക്കാതെ ഈ 4 കെട്ടിനകത്തുള്ളതായ പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വരുത്തേണ്ട മാറ്റം എന്റെ ജീവിതത്തിൽ വരുത്താൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് നമ്മെ ഉണർത്തുന്നത്? എങ്ങനെയാണ് നമ്മുടെ സഭയെ അനുഗ്രഹിക്കുന്നത്? എങ്ങനെയാ ഇതിനകത്ത് ആത്മാക്കളെ ദൈവം കൊണ്ട് നിറയ്ക്കുന്നത്? നാം ഉണർത്തപ്പെട്ടാൽ നമ്മുടെ ദേശം ഉണർത്തപ്പെടും. ഹല്ലേലൂയ. വ്യക്തികൾ ഉണർത്തപ്പെട്ടാൽ കുടുംബങ്ങൾ ഉണർത്തപ്പെടും. കുടുംബങ്ങൾ ഉണർത്തപ്പെട്ടാൽ സഭ ഉണർത്തപ്പെടും. സഭ ഉണർത്തപ്പെട്ടാൽ ദേശം ദൈവത്താൽ പിടിക്കപ്പെടാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ, എന്നെ ഒന്ന് ഉണർത്തണമേ, എന്റെ കരിന്തിരികളെ ഒന്ന് മുറിച്ചു മാറ്റണമേ, എന്റെ വിളക്കിൽ ഒന്ന് നിറയ്ക്കണമേ, കർത്താവെ ഒന്നുകൂടെ ഒന്ന് കത്താനുള്ള ഒരു കൃപ എനിക്ക് തരണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കത്തുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത് പ്രോസ്പിരിറ്റിയുടെ ഒരു തിയോളജി എന്ന് ഒരിക്കൽ പോലും ചിന്തിക്കരുത്. അല്ലെങ്കിൽ വേറൊരു വേദശാസ്ത്രം എന്ന് ചിന്തിക്കരുത്. അല്ലെങ്കിൽ പഴമക്കാരനായ ദാവീദ് പോലും പറയുന്ന ഒരു ഭാഗം ദൈവമക്കൾക്ക് അറിയാമല്ലോ, നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, പണ്ടുകാലം മുതലേ ദൈവസന്നിധിയിൽ അപ്പോസ്തലന്മാർ ആഗ്രഹിച്ചത്, ദൈവത്തിന്റെ ദാസന്മാർ ആഗ്രഹിച്ചത്, ഹല്ലേലൂയ,
പിതാക്കന്മാർ ദൈവസന്നിധിയിൽ മോഹിച്ചത് ദൈവസന്നിധി ഉണർത്തപ്പെടാൻ വേണ്ടിയാ. ദൈവത്തിന് സ്തോത്രം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്കൊന്ന് മടക്കി വരുത്തണമേ. ഇന്ന് പകൽക്കാലം ഈ ആഹ്വാനത്തിന്റെ മുമ്പിൽ ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റെടുക്കുവാൻ, ഒന്ന് സമർപ്പിക്കാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? ഇതുകൊണ്ട് മതിയെന്ന്, ഇതുകൊണ്ട് അനുഭവങ്ങൾ മതിയെന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകരുത്. പലപ്പോഴും ആത്മീയ ജീവിതത്തിന് നമ്മളൊരു വര വെച്ചിട്ടുണ്ട്, നമ്മളൊരു അതിര് വെച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് നമ്മൾ പോകത്തില്ല. ഹല്ലേലൂയ. കൂട്ടായ്മകളുടെ കാര്യത്തിലാണെങ്കിലും, പ്രാർത്ഥിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ആരാധിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ദൈവനാമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യത്തിലും, കൊടുക്കുന്ന കാര്യത്തിലും, എല്ലാത്തിലും നമുക്കൊരു പരിധി നമ്മൾ വെച്ചിട്ടുണ്ട്. അത് വചനപ്രകാരമല്ല, അല്ലെങ്കിൽ ദൈവാത്മാവ് പറഞ്ഞിട്ടല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ തന്നെ ഒരു തീരുമാനമെടുത്തു, അത്രയൊക്കെ മതി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചിലർ ഭയക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പാസ്റ്ററെ, ഒത്തിരിയൊക്കെ ആത്മീകമായിട്ടൊക്കെ മുന്നോട്ട് പോയാൽ അതിന് തക്കതായ തിന്മകളും അതിന് തക്കതായ പ്രതികൂലങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒതുങ്ങിക്കൂടി കടന്നു പോകാമെന്ന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ പ്രിയരെ, ഞാൻ ഓർപ്പിക്കട്ടെ, അല്ലെ, വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു: നീതിമാൻ ഇനിയും അധികം നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞ് ആ പുസ്തകം അവസാനിക്കുമ്പോൾ ദൈവമക്കളെ, ഒന്ന് ഉണർത്തപ്പെടാനുള്ള കാലം അതിക്രമിച്ചു എന്ന് മനസ്സിലാക്കി ഒന്ന് ഉണർത്തപ്പെട്ടെങ്കിൽ എത്ര നന്നായിരുന്നു. ഹല്ലേലൂയ. ആരംഭകാലങ്ങളിലെ ഉണർവിന് സാക്ഷ്യം വഹിച്ച, ഹല്ലേലൂയ, നന്ദി കുറിച്ച, അല്ലെങ്കിൽ ആരംഭം ആളുകൾ എഴുന്നേറ്റതായ കേരളക്കരയിലെ സ്ഥലങ്ങളിൽ ഉൾപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാൻ ഇന്ന് പകൽ നിന്ന് ദൈവവചനം പ്രസംഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ അന്നത്തെ ഉണർവ് നമ്മിലേക്ക് ഒന്നുകൂടെ ആവഹിക്കുവാൻ, ആ ഉണർവിന്റെ കാലത്തിലേക്കൊന്ന് മടക്കി വരുത്താൻ ഹൃദയം കൊണ്ട് നാം ഒന്ന് ഉണരണമെന്ന് ദൈവസന്നിധി ആഗ്രഹിക്കുക. ഈ ദിവസങ്ങൾ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിൽ ഉയരുന്നത് ആ ഒരൊറ്റ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നാം ഒന്ന് ഉണർത്തപ്പെട്ടേ മതിയാകുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഒന്ന് ഉണർത്തപ്പെടാനുള്ള നാഴിക അതിക്രമിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലവോദിക്ക സഭയെ പോലെ പലപ്പോഴും തൃപ്തിയുടെ കാരണം പറഞ്ഞ്, തൃപ്തിയുടെ പേരിൽ, ഹല്ലേലൂയ, സുഖ സുഷുപ്തിയിലേക്ക് ആണ്ടുപോകുന്ന അനുഭവങ്ങൾ പോലെ, ഹല്ലേലൂയ, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ കൈകെട്ടി കിടക്കുക എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതിയിലേക്കല്ല. അല്ലെ, ഒന്ന് ഉണരേണ്ട നാഴികയാണിത്. അല്ലെ, നാം ഉണർന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, സാമുദായിക ശക്തികൾ ഉണർന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരുടേതായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നാം ഉണരാനുള്ളതായ ഒരാവേശം നമുക്ക് ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. അല്ലെ, നമ്മുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് മാറണം. മറ്റുള്ളവർ ജ്വലിച്ചു പ്രകാശിക്കുമ്പോൾ, മറ്റുള്ളവർ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നാം ഉണരണം. വർഷങ്ങൾക്ക് മുമ്പ്, ഹല്ലേലൂയ, പഴമയുടെ ആ കാലയളവിൽ ഒരു പിതാവും മാതാവും സന്ധ്യയ്ക്ക് കുടുംബ പ്രാർത്ഥനകളിൽ ഇങ്ങനെ ഒരുമിച്ചിരുന്ന ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ തലമുറയുടെ തലമുറ കൊച്ചുമക്കൾ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഇങ്ങനെ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഈ കുഞ്ഞുങ്ങൾ എവിടെയോ പഠിക്കാൻ പോയ സ്ഥലത്ത് ആത്മീക ഗ്രൂപ്പിലൊക്കെ അകപ്പെട്ട് അവരുടെ കൂടെ ഒക്കെ കൂടി ഇവരും പരിശുദ്ധാത്മാവിന്റെ നിറവിലൊക്കെ പ്രാപിച്ചു. പക്ഷേ വീട്ടുകാരുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് അതിനെതിരായിട്ടുള്ള ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഈ ആത്മാവിന്റെ ഉണർത്തല് ഉണ്ടാകുന്ന പാട്ടുകളൊക്കെ പാടുമ്പോൾ അകത്തൊരാവേശം ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ അങ്ങ് നിന്നു. 2 മാസക്കാലം വീട്ടിലെ അവധിയോടുള്ള ബന്ധത്തിൽ ഈ കുഞ്ഞുങ്ങളായിരുന്നപ്പോ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കും, പിടിവിട്ടുപോകാതിരിക്കാൻ. കാരണം പിടിവിട്ടുപോയാൽ വീട്ടിൽ നിന്ന് ശാസന കിട്ടുമെന്നറിയാം, വീട്ടിൽ വഴക്ക് പറയുമെന്നറിയാം. എന്താ സംഭവിച്ചത് കേൾക്കേണ്ട ദൈവമക്കളെ? ചില ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. ഈ കുഞ്ഞുങ്ങളെ അകത്ത് ആത്മാവിങ്ങനെ തിങ്ങി വിങ്ങി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എത്ര ദിവസങ്ങൾ ഞങ്ങൾക്ക് ഇതിങ്ങനെ പിടിച്ചടക്കി വെക്കാൻ കഴിയും? ഞങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി പകർന്നതല്ലല്ലോ ഈ ആത്മാവ്. അങ്ങനെ ഒരു ദിവസം ദൈവകൃപയിൽ ആശ്രയിച്ച് എന്നുള്ള പാട്ടുപാടി, അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം അത് പാടി, 2ാമത്തെ പ്രാവശ്യം അതിന്റെ ശീലുകൾ ആവർത്തിച്ചു പാടുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായത് ഒരു വലിയ ആത്മീയ സ്ഫോടനമാണ്. ഏതോ കാലയളവിൽ ഒരു ഉണർവിന്റെ പ്രസംഗം കേട്ട് അന്ന് പരിശുദ്ധാത്മാവ് പ്രാപിക്കുകയും നിന്ന സമുദായത്തെ ഭയന്നുകൊണ്ട് ആത്മാവിലുള്ള ആരാധനയ്ക്ക്, ഹല്ലേലൂയ, തടസ്സം നിന്നതായ ആ പിതാവിന്റെയും മക്കളുടെ ഒക്കെ ജീവിതത്തിൽ ആത്മീയ ഉണർവിന്റെ ഒരു കനൽ ദൈവം ഒന്നുകൂടെ കത്തിച്ചപ്പോൾ അവരറിയാതെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പൻ ആരാധിച്ചു, വല്യപ്പൻ ആരാധിച്ചു, കൊച്ചു മക്കളും ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. ദൈവവൈതലെ ഇത് തുടങ്ങിയാൽ മുടക്കാൻ ആർക്കും കഴിയില്ല. ഒന്ന് തുടങ്ങാൻ വേണ്ടി ഞാനും നിങ്ങളും ഒന്ന് ഒരുങ്ങണം.
ഹല്ലേലൂയ. പൂവത്തൂർ ഉണർവെന്ന് പറയുന്നത് ക്രൈസ്തവ ലോകത്തിന് വളരെ ഹല്ലേലൂയ ഓർമ്മ നൽകുന്ന ഒരു ഹല്ലേലൂയ വിഷയമാണ്. അങ്ങനെയെങ്കിൽ ഒത്തിരി അകലെയല്ലാത്തതായ നമ്മുടെ നാടുകൾ ഉണർവിന് ദൈവം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അനേക പിതാക്കന്മാർ അതിനുവേണ്ടി നന്ദി കുറിച്ചിട്ടുണ്ട്. ദൈവം അവരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഒന്നിലൊന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ അതിലൊന്ന് ഞാനായി തീർന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നെ ഒന്നുകൂടെ ഉണർത്തണമേ, എന്നെ ഒന്നുകൂടെ ഉണർത്തണമേ എന്നുള്ള വലിയ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലൊന്ന് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പലപ്പോഴും പലരും പറയാറുണ്ട്, പാസ്റ്ററെ ഇനി ഇതൊന്നും കത്തത്തില്ല, ഇനി ഇതൊന്നും ശോഭിക്കത്തില്ല, ഇനി ഇതൊന്നും ഒന്നുകൂടെ ഒന്ന് പുതുക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ചിന്താഗതികൾ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് മാറാൻ ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ നമ്മുടെ ഏറ്റവും സമീപവാസിയായിരിക്കുന്ന, ഇന്ന് ഒരുപക്ഷെ ശയ്യാവലംബയായിരിക്കുന്ന കർത്താവിന്റെ ദാസി മേരി ഗോർ അവറുകൾ ഒരിക്കൽ ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഒരു ദിവസം കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞ് രാത്രി വിശ്രമിച്ച് പിറ്റേ ദിവസം രാവിലെ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു സ്കൂളിന്റെ ഗ്രൗണ്ടിലൂടെയാണ് സംഘാടകർ തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഈ സ്കൂളിന്റെ ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അന്ന് ശനിയാഴ്ചയാണ്. ഒത്തിരി കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവരും പ്രായം ഉൾപ്പെടെ കുറഞ്ഞവരുമായി കുറെ പേരിങ്ങനെ നിലത്ത് നിന്ന് എന്താണ്ടൊക്കെയോ ഇങ്ങനെ പറക്കുന്നത് കണ്ടു. ഈ നിലത്ത് നിന്ന് ഇങ്ങനെ പറക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ വളരെ കൗതുകത്തോടുകൂടെ, വലിയ ആവേശത്തോടുകൂടെ ഇവരിത് പറക്കുന്ന കണ്ട് ഇവരുടെ അടുക്കലേക്ക് ഈ ദൈവദാസ് കടന്നു എന്ന് ചോദിച്ചു, കുഞ്ഞുങ്ങളെ ഇത് എന്താ എന്ന് ചോദിച്ചപ്പോ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു മറുപടി ഇതാണ്, ഇതിന്റെ പേരാണ് ഷൂക്കുറ്റി എന്ന് പറയുന്നത്. ഷൂക്കുറ്റി. അപ്പൊ ഇതെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഇന്നലെ ഇവിടെ വലിയൊരു പടക്കം പൊട്ടൽ ഇന്നലെ നടന്നു. ഒരു ഉത്സവത്തിന്റെ ഭാഗമായി ഒത്തിരി പടക്കങ്ങൾ ഇന്നലെ ഇവിടെ പൊട്ടി. പടക്കത്തിന് തീ കൊടുത്തപ്പോ പടപടാ എന്നുള്ള ശബ്ദത്തോട് ഒത്തിരി പൊട്ടി. ചിലത് ഇങ്ങനെ തീ കൊടുത്തപ്പോൾ ആകാശത്തിലേക്ക് ഉയർന്ന വലിയ ശബ്ദത്തോടുകൂടി അത് പൊട്ടി. എന്നാൽ ചിലത് ആകാശത്തിലേക്ക് ഉയർന്ന വർണ്ണശമ്പളമായ പല കാഴ്ചകളൊക്കെ കാണിച്ച് അതൊക്കെ അസ്തമിച്ചു. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ചിലതുണ്ട്, അതങ്ങോട്ട് ചൂട് പിടിച്ചു. ഷൂ എന്ന് പറഞ്ഞ നേരെ മേപ്പോട്ട് പോയി, അതോടെ താഴോട്ട് പോയി. ഞങ്ങൾ അതായി പറക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ഇതെന്താ ഇത് പറക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോ ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞത്, ഇത് തീയിലിട്ടാൽ ഇനി ഇതെന്ത് ചെയ്യും, പൊട്ടും. ദൈവത്തിന് സ്തോത്രം. കൊച്ചു കുഞ്ഞുങ്ങളുടെ ഉള്ളത്തിൽ ആരും പകർന്നു കൊടുത്ത ചിന്തയല്ല. അവർ നോക്കിയപ്പോ ഇങ്ങനെ കത്തി പൊട്ടാത്ത ചിലത് കിട്ടിയപ്പോ അവരതിനൊരു പേര് കൊടുത്തു. അതിന് പടക്ക കമ്പനിക്കാർ കൊടുത്ത പേരല്ല, അവരൊരു പേര് കൊടുത്തു. ആരംഭത്തിലൊരു കത്തലുണ്ടായി, പിന്നെ അത് ഷൂ ആയി പോയതാ. അതിനാ ഷൂ കുറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവര് പറഞ്ഞു, ഇനിയും തീയിലിട്ടാൽ അതെന്ത് ചെയ്യും, പൊട്ടും. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് അത്ര ഒരു താല്പര്യം അല്ലെങ്കിൽ നിസ്സാര സംഗതിയോടുള്ള ബന്ധത്തിലുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന വാത്സല്യ പിതാക്കന്മാരെ, മാതാക്കളെ, സഹോദരങ്ങളെ, ജീവിതത്തിന്റെ നല്ല കാലം കഴിഞ്ഞു പോയി പാസ്റ്ററെ, ഇനി എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, ഇനി എനിക്കൊന്നും ആരാധിച്ചു ബലപ്പെടാൻ കഴിയത്തില്ല, ആ പഴയ ആത്മീക അനുഭവങ്ങൾ, ആ ഊർജ്ജസ്വലത എനിക്ക് വീണ്ടെടുക്കാൻ കഴിയത്തില്ലെന്ന് ആരുടെയെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാൻ ഞാൻ ഓർപ്പിക്കട്ടെ, ആത്മാവിന്റെ തീ കത്തുമ്പോൾ ഒന്നുകൂടെ അതിലേക്കൊന്ന് എറിയപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, ഒന്നിലൂടെ അതിലേക്കൊന്ന് വീഴുവാൻ തയ്യാറായാൽ, ഒന്നുകൂടെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് ഒന്നുകൂടെ വ്യത്യാസം വരുത്താൻ ദൈവം മതിയായവന് അതിനുവേണ്ടി സമർപ്പിക്കാനും ഒരുങ്ങാനും ഒരു മനസ്സാണ് നമുക്ക് ആവശ്യം. ദൈവത്തിന് സ്തോത്രം. വിവരിച്ചു പോയാൽ എന്റെ സമയമെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമല്ലോ. വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരാം. ഒന്നാമത്തെ വാക്യം പകൽക്കാലം ഒരു ആവർത്തിയുടെ വായിക്കാം. 22-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഹല്ലേലൂയ. വായിച്ച വാക്യം ദൈവമക്കൾ ശ്രദ്ധിച്ചല്ലോ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്ത്? അടുത്ത വാക്യം, അടുത്ത വാചകം, എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? ദൈവം ഒരുവനെ കൈവിടുമോ? ഈ വാക്യം പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടതയോടുള്ള ബന്ധത്തിൽ നിറവേറി എന്നുള്ളത് നമുക്ക് കാണുവാനായി കഴിയുന്നു. ഏലോഹി ഏലോഹി ലമ്മ ശബത്താനി എന്നുള്ള ആ വാക്കുകൾ കർത്താവ് ദൈവസന്നിധിയിൽ ഉരുവിടുമ്പോൾ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ
കൈവിട്ടോ എന്നുള്ളതിനേക്കാൾ നീയും എന്നെ കൈവിട്ടോ എന്നുള്ളതാണ് യഥാർത്ഥ ഭാഷാന്തരത്തിന്റെ മൂലഭാഷയിലുള്ള അർത്ഥം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടോ. ഈ ലോകത്തിൽ ഞാൻ സ്നേഹിച്ചവരും എനിക്കുള്ളവരെന്ന് ഞാൻ ചിന്തിച്ചതായ കണക്കുകൂട്ടിയ ഒരുപാട് ആളുകൾ എന്നെ കൈവിട്ടു. പക്ഷേ അവരൊക്കെ കൈവിട്ടതിൽ എനിക്ക് വേദന തോന്നിയില്ല. പക്ഷേ ഈ അവസരത്തിൽ നീയും എന്നെ കൈവിട്ടു. കൈവിടുകയില്ലെന്ന ഒരു നാളും ഞാൻ ചിന്തിച്ച, അല്ല കൈവിടുകയില്ലെന്ന് എന്റെ ഹൃദയത്തിൽ ഉറപ്പോടെ വിശ്വസിച്ച നീയും എന്നെ കൈവിട്ടോ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇങ്ങനെയുള്ള ചില സമയങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലേ? നാം പ്രതീക്ഷിച്ചിട്ടുള്ളതായ ചില വ്യക്തികൾ ഒരിക്കൽ പോലും കൂടെ മാറുകയില്ലെന്ന്, കൂടെ നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞവർ, കൈവിടുകയില്ലെന്ന്, ഉപേക്ഷിക്കയില്ലെന്നൊക്കെ പറഞ്ഞവർ, ഒരുപക്ഷെ കൈയടിച്ച് സത്യം ചെയ്ത എത്രയോ പേർ അവർ പറഞ്ഞ വാക്കിന് വ്യത്യാസം കാണിച്ച് അവരൊക്കെ മാറി മാറി നിന്നപ്പോ, മുറ്റും വിടക്കെന്നെണ്ണി അവർ പറ്റം തിരിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ദൈവം ഇതിലെ ഓർത്തു നോക്കൂ. അന്നും ഇന്നും കൂടെ ഇരിക്കാമെന്ന് വാക്ക് തന്നവൻ ഇന്നും മാറാത്ത ഒരുവനുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ആശ്രയിക്കുന്ന കർത്താവല്ലാതെ മറ്റാരുമില്ലല്ലോ. അതറിഞ്ഞവരെ ഓർത്ത്, അനുഭവിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം തന്റെ മകനെ, തന്റെ പുത്രനെ കൈവിട്ടു. എപ്പോൾ എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി അവനിലൂടെ തികച്ചെടുക്കേണ്ടത് ആവശ്യമായിരുന്നത് കൊണ്ട് ദൈവം ചില അവസരങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തു. ഇന്നും ജീവിക്കുന്ന ദൈവമക്കളെ, നമ്മിലൂടെ ചില ദൈവപ്രവൃത്തി ഹല്ലേലൂയ തികച്ചെടുക്കണമെന്നും ചിലതിലൂടെ നമ്മൾ കടന്നു പോകണമെന്നുള്ളതും ദൈവത്തിന്റെ നീതിയാണെങ്കിൽ അതിന്റെ വേദന സ്വർഗം നോക്കാറില്ല, അതിന്റെ ഭാരങ്ങൾ സ്വർഗം നോക്കാറില്ല, അതിന്റെ ചൂടിന്റെ ചൂട് അല്ലെ കൂടിയതെന്ന് കർത്താവ് നോക്കാറില്ല. പക്ഷെ ഒരു കാര്യം, ഇതെല്ലാം അവൻ കാണുന്നുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം, അത് സഹിക്കാനുള്ള കരുത്ത് എന്റെ ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏത് വേദനയുടെ നടുവിലും, ഏത് പ്രയാസത്തിന്റെ നടുവിലും, ഏത് കഷ്ടതയുടെ നടുവിലും, ഹല്ലേലൂയ, ചൂളയുടെ ചൂട് 10 മടങ്ങ് കൂടുമ്പോഴും അത് പല മടങ്ങ് വർദ്ധിക്കുമ്പോഴും അതിന്റെ നടുവിലും നീ വെന്തുപോയാതെ നിന്നെ നിർത്തുന്ന ഒരു വലിയ ദൈവ സ്നേഹമുണ്ട്. ഹല്ലേലൂയ. അതിന്റെ നടുവിലും ഉരുകിപ്പോകാതെ, ഹല്ലേലൂയ, ഉരുകിപ്പോകും നാം ചിന്തിക്കുമ്പോൾ, നമ്മെ കാണുന്നവരും അറിയുന്നവരും ഒക്കെ ആ നിലയിൽ വിചാരിക്കുമ്പോൾ അതിന്റെ നടുവിലും വെന്തുപോകാതെ അക്കരെ എത്തിക്കുന്ന ദൈവ സ്നേഹം അതെത്ര വലിയതാണ്. അത് അനുഭവിച്ചവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞകാല ജീവിതത്തിന്റെ അല്ലെങ്കിൽ വേദനയുടെ നടുവിൽ, അല്ലെ ഭാരത്തിന്റെ നടുവിൽ, ഹല്ലേലൂയ, കർത്താവ് നമ്മെ കണ്ടില്ല എന്ന് നടിച്ചത്, കർത്താവ് മുഖം മറച്ചത്, അതിലൂടെ നാം കടന്നു പോകണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നത് കൊണ്ടാണ്. അതാ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ വിളിച്ചിട്ടൊന്നും നീ എനിക്ക് ഉത്തരം പറയുന്നില്ല, രാത്രിയിൽ എനിക്ക് മൗനതയില്ല, പകലും ഹല്ലേലൂയ ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ആ സമയങ്ങളിലൊന്നും നീ എന്റെ ചെവി, ഹല്ലേലൂയ, നിന്റെ ചെവി എനിക്ക് വേണ്ടി ചായച്ചില്ല, ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റേതായ പ്രാർത്ഥന നീ ശ്രദ്ധിച്ചില്ല, എന്റെ കണ്ണുനീര് നീ കണ്ടില്ല. കാരണം അത് ജീവിതത്തിൽ സംഭവിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനായിരുന്നു, ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ചില രോഗങ്ങൾ ജീവിതത്തിൽ വരുമ്പോ അല്ലെ ദൈവമക്കൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്റെ ജീവിതത്തിൽ ഇത് വന്നത്? ചില നിന്ദകൾ അകാരണമായി അപ്രതീക്ഷിതമായി ജീവിതത്തിൽ വരുമ്പോ ചില ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവേ, എന്ത് ദോഷം ചെയ്തിട്ടാ എനിക്ക് ഈ നിന്ദ വന്നത്? ഹല്ലേലൂയ. ചില നഷ്ടങ്ങളോ, ചില കഷ്ടങ്ങളോ, ചില വേദനകളോ ഒക്കെ ജീവിതത്തിൽ സമ്മാനിക്കപ്പെടുമ്പോൾ നാം ഒക്കെ ദൈവത്തോട് ചോദിക്കാറുണ്ട്, എന്റെ കുടുംബം എന്ത് തെറ്റ് ചെയ്തിട്ടാ, അല്ലെങ്കിൽ എന്റെ തലമുറ എന്ത് തെറ്റ് ചെയ്തിട്ടാ, അല്ലെങ്കിൽ എന്ത് ദോഷം എന്റെ കയ്യിലുണ്ടായിട്ടാ ഇത് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോ, ഇന്ന് പകൽക്കാലം ഈ ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരു ഹൃദയത്തിനകത്തു നിന്ന് ഇന്ന് പകൽക്കാലം ഉയരുന്നു എന്ന് അല്ലെ ഞാൻ ദൈവസന്നിധിയിൽ മനസ്സിലാക്കിക്കൊണ്ട് പറയട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് ദൈവം അറിയാതെ അല്ല, അതിന് ദൈവം അനുവദിച്ചു കൊടുത്തതാ, അതിന് ദൈവം വിട്ടുകൊടുത്തതാ, അതിന് ദൈവം ഏൽപ്പിച്ചു കൊടുത്തതാ. അതത്രേ നിന്റെ ജീവിതത്തിലൂടെ നീ കടന്നു പോകേണ്ടി വന്നതോ, അല്ല അതിനത്രേ ദൈവം നിന്നെ അതിനുവേണ്ടി സമർപ്പിച്ചതോ. എങ്കിലും വെന്തുപോകാതെ നിൽക്കാൻ ഹല്ലേലൂയ ദൈവം നമുക്ക് കരുത്ത് തന്നു. അതിന്റെ ഭയാനകതയൊക്കെ പിന്നീട് ഒരവസരത്തിൽ ഇരുന്ന് ഓർമ്മിക്കുന്ന അവസരത്തിൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, എങ്ങനെ നിന്നെന്ന് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. ഹല്ലേലൂയ, എങ്ങനെ ഞാനത് ഓവർകം ചെയ്തെന്നുള്ളത്, എങ്ങനെ തരണം ചെയ്തെന്നുള്ളത്, എങ്ങനെ തുഴഞ്ഞി
ഇക്കര വന്നെന്നുള്ളത് ഇന്നും ഒരു അത്ഭുതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിന്റെ കഴിഞ്ഞ നൂറ്റാണ്ടുകളെ ശ്രദ്ധിക്കുക, കഴിഞ്ഞ നാളുകളെ ശ്രദ്ധിക്കുക. ഇവിടെ വരെ എത്തിയത് എങ്ങനെയെന്നൊന്ന് പോലും അറിയാതെ ഒത്തിരി വേദനയുടെയും യാതനയുടെയും സംഭവങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കേണ്ടിയ സന്ദർഭങ്ങൾ വന്നിട്ടും അവിടെ ഒന്നും ഹല്ലേലൂയ, ഹല്ലേലൂയ, നാം ഭയന്നിരുന്നത് പോലും ഒന്നും ഭവിക്കാതെ ഇന്നും അത്ഭുതമാണ്. ഹല്ലേലൂയ. 100 സഹോദരന്മാരും സഹോദരിമാരും പിതാക്കന്മാരും മാതാക്കളും അവരുടെ അനുഭവം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്നും ഒരു അത്ഭുതമാണ്. ഹല്ലേലൂയ. ഇന്നും ഓർത്താൽ അതെങ്ങനെ നിന്നു എന്നുള്ളത്, ആരാ കരുത്തു പകർന്നെന്നുള്ളത്, ആരാ എന്നെ സഹായിച്ചു എന്നുള്ളത് ഇന്നും എനിക്ക് അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ അറിയാത്ത ഒരു കരം എന്നെ താങ്ങി. ഹല്ലേലൂയ. കോരസിനോട് ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നീ അറിയാതെ ഞാൻ നിന്റെ ആരാ ശക്തി കൊണ്ട് മുറുക്കിയിരിക്കുന്നു. നീ പലപ്പോഴും അറിഞ്ഞില്ല, പക്ഷെ നീ അറിയാതെ നിന്റെ ജീവിതത്തിന്റെ ഓരോ വേദനയുടെ നടുവിലും തളർന്നു പോകാതെ എഴുന്നേറ്റ് നിൽക്കേണ്ടതിന് നിന്റെ ആരമുറുക്കിയ ദൈവം ഞാനാ. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലിയതാ. ഹല്ലേലൂയ. എന്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളിൽ കർത്താവ് നമ്മെ താങ്ങിയിരുന്നില്ലെങ്കിൽ, ആ കരം നമ്മെ ഹല്ലേലൂയ സപ്പോർട്ടിനില്ലാതിരുന്നെങ്കിൽ എന്നേ ഈ ഭൂമിക്ക് എവിടെയെങ്കിലും ഒക്കെ വളമായി മാറിയേനെ. ഹല്ലേലൂയ. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്താ? ഞാൻ പറഞ്ഞല്ലോ, ചില അവസരങ്ങളിൽ കൈവിട്ടു എന്ന് തോന്നുമ്പോൾ ചിന്തിച്ചു കൊള്ളണം, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. എന്റെ പക്കൽ അനീതി ഉണ്ടായിട്ടല്ല, അവിശ്വസ്തതയുണ്ടായിട്ടല്ല, കുറവുണ്ടായിട്ടല്ല, ഞാനിത് സഹിക്കണമെന്ന്, ഇതിലൂടെ പോകണമെന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചല്ലോ, ഗിൽഗാലിൽ നിന്ന് യാത്ര പുറപ്പെട്ട ഞാൻ ഹല്ലേലൂയ ബേഥേലിലൂടെ യാത്ര ചെയ്ത് യോർദാനിലെത്തുന്നതിന് മുമ്പ് ഒരെരിഹോവിലൂടെ പോകണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇഷ്ടപ്പെടാത്തൊരു ദേശമായ എരിഹോ. ആരും അതിനെ ഇഷ്ടപ്പെടുകയില്ല, ആർക്കും അത് സന്തോഷം തോന്നുകയില്ല. പക്ഷേ അതിലൂടെ പോകണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ, ദൈവത്തിന്റെ പ്ലാൻ ആണെങ്കിൽ, അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. അതിലും സഹായിപ്പാന്റെയും വിശ്വസ്തന, അതിലും മാനിപ്പാന്റെയും വിശ്വസ്തന. വേദനയുടെ താഴ്വരയിലൂടെ, കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ, ക്ലേശങ്ങളുടെ താഴ്വരയിലൂടെ. ഹല്ലേലൂയ. എരിഹോവിന്റെ അനുഭവത്തെ കുറിച്ച് ഞാൻ ആ സമയങ്ങൾ ദൈവമക്കളോട് ഓർപ്പിച്ചല്ലോ. പലതിന്റെയും കയ്യിൽ അകപ്പെട്ടു പോയ സന്ദർഭം, പലരുടെയും കയ്യിൽ അകപ്പെട്ട സമയം. ഹല്ലേലൂയ. ജീവനെ പോലും പന്താടിയ നിമിഷങ്ങൾ, ജീവൻ പോലും അറ്റുപോയി എന്ന് ചിന്തിച്ച നിമിഷങ്ങൾ. അതത്ര എരിഹോവിന്റെ അനുഭവം. ഇത് ചോദിച്ചു വാങ്ങിയതല്ല, ഇത് കർത്താവ് നിനക്ക് കൽപ്പിച്ചു തന്നതാ. അതിലൂടെ പോകണമെന്നുള്ള ദൈവത്തിന്റെ നിയോഗമായിരുന്നു. അതിലൂടെ ഇന്നും നീ കടന്നു പോകുന്നത് ദൈവത്തിന്റെ പ്ലാനാ. പിറുപിറുക്കരുതേ, അതിൽ പുറത്തെടുക്കാൻ ദൈവം വിശ്വസ്തന. എരിഹോവ് അനുവദിച്ചത് ദൈവമാണെങ്കിൽ എരിഹോവിൽ നിന്ന് യോർദാനിലേക്ക് നടത്താൻ അവൻ വിശ്വസ്തന, അവൻ മതിയായവനാ. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വസിക്കുന്ന ദൈവമൈതലേ, ഈ ഹല്ലേലൂയ എരിഹോ വേഗം തീരും. ഞാൻ യോർദാനിലെത്തും. ഹല്ലേലൂയ. ഒരു സന്തോഷത്തിന്റെ സുദിനം എന്റെ മുമ്പിൽ വരും, ഒരു സമാധാനത്തിന്റെ സുദിനം എന്റെ മുമ്പിൽ വരും. ഹല്ലേലൂയ. ഈ യോർദാനിലെത്തിയ എലിശയോട് ചോദിച്ചാൽ, ഹല്ലേലൂയ, ഏലിയാവിനോട് ചോദിച്ചാൽ അവർ പറയും, കഴിഞ്ഞ നിമിഷങ്ങളിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നുപോയ മേഖലകളും അനുഭവിച്ചതായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഓർക്കുമ്പോൾ യോർദാനിൽ എങ്ങനെ എത്തി എന്നുള്ളതൊരു വലിയൊരു അത്ഭുതമാണ്. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കിയാൽ നമുക്കും പറയാൻ കഴിയും, എവിടെ അല്ലെ ഇത്രത്തോളം എങ്ങനെ എത്തിയെന്നുള്ളത് ഇന്നും ഒരു അത്ഭുതമാണ്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് കേട്ടോ. ഹല്ലേലൂയ. പിതാക്കന്മാരെ, ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, നമ്മളെല്ലാവരും ഒരു അത്ഭുതമായി മാറണം. നമുക്ക് പറയാൻ ഒത്തിരി ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. വരും തലമുറയോട് പറയാൻ, ഈ ലോകത്തോട് പറയാൻ നമുക്കൊരു ഹല്ലേലൂയ ദൂതുണ്ട്. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പി, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഹല്ലേലൂയ. ഒത്തിരി വിവരിക്കാൻ എനിക്കുണ്ട്. അതുപോലെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, എന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, എന്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അവൻ ചെയ്തതൊക്കെ ഓർത്താൽ ഹല്ലേലൂയ, ഇതുപോലെ സഹായിക്കുന്ന വേറൊരു ദൈവമില്ല, ഇതുപോലെ ആശ്വസിപ്പിക്കുന്ന വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ. അതിന്റെ രണ്ടാമത്തെ വാചകത്തിലേക്ക് വേഗത്തിലൊന്ന് ഓടി വരാം. ഹല്ലേലൂയ. എന്നെ രക്ഷിക്കാതെയും
എന്നെ രക്ഷിക്കാതിരിക്കുന്നു. ഞാൻ ഒരു പ്രാവശ്യം ദൈവമക്കളെ ആ ഭാഗം ഓർപ്പിച്ചതാണ്. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നതുകൊണ്ട് അതൊന്നുകൂടെ വായിപ്പാൻ ആഗ്രഹിക്കുക. ദൈവം രക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവനാ, നമ്മെ രക്ഷിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നവനാ. പക്ഷേ പലപ്പോഴും രക്ഷ അകന്നിരിക്കുക. ഹല്ലേലൂയ. രക്ഷ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു. നമ്മളാരും ദുഷ്ടന്മാരല്ല. പക്ഷേ ദുഷ്ടത ജീവിതത്തിൽ വന്നാൽ, പ്രമാണ ലംഘനം ജീവിതത്തിൽ വന്നാൽ, കൽപ്പനാ ലംഘനം ജീവിതത്തിൽ വന്നാൽ, പ്രമാണത്തെ നാം പുറകിലെറിഞ്ഞാൽ, ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചാൽ അതത്രേ ദുഷ്ടത. ആ ദുഷ്ടത ജീവിതത്തിൽ വന്നാൽ രക്ഷ അകന്നിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാം ക്രമീകരണം പ്രാപിക്കണം. എങ്ങനെ ക്രമീകരണം പ്രാപിക്കണം? നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കണം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ പാളയത്തിലേക്കൊന്ന് നോക്കണം. എന്തെങ്കിലും ദൈവം വെറുക്കുന്നതുണ്ടെങ്കിൽ ഇന്ന് പകൽ അത് കണ്ടുപിടിക്കാനും അത് പരിഹരിപ്പാനും തയ്യാറാകണം. എന്താ ദൈവം രക്ഷിക്കാൻ അതിന്റെ തടസ്സമായിരിക്കുന്നത്? ഒന്ന് വായിച്ചേ. ആവർത്തന പുസ്തകം 23 അധ്യായത്തിന്റെ 14 വാക്യം. ശ്രദ്ധിക്കണമേ. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനും നിന്റെ പാളയത്തിനു മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. രക്ഷിപ്പാൻ വരുന്നവൻ രക്ഷ തരാതെ രക്ഷിക്കാതെ മടങ്ങിപ്പോകണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അതിന്റെ കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ. ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി ഇല്ലെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വെടിപ്പ് കാണാൻ കഴിയുന്നില്ലെങ്കിൽ, എവിടെയെങ്കിലും അപാകതകൾ ഹല്ലേലൂയ സാരമില്ലെന്ന് പറഞ്ഞ് പൊതിഞ്ഞു വെക്കുന്നെങ്കിൽ, ഹല്ലേലൂയ പരിഹരിക്കപ്പെടാത്ത തെറ്റ്, നിരപ്പ് പ്രാപിക്കാത്തതായ തെറ്റ് ദൈവത്തോടോ മനുഷ്യനോടോ ഉള്ള ബന്ധത്തിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ ഏത് തെറ്റും ചെയ്തിട്ട് പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് കുഴപ്പമില്ല. ഇത് കൃപായുഗമാ. നമ്മളെല്ലാം പറയുന്നത് അങ്ങനെ. ഇത് കൃപായുഗമാ. പക്ഷേ 1-ാം നൂറ്റാണ്ടിലെ അനുഭവം, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം ദൈവസന്നിധി പ്രാർത്ഥിക്കാറുണ്ട്. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം കർത്താവെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അന്നത്തെ അനുഭവം വേണമെന്ന് നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കാവൂ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം വെളിപ്പെട്ടാൽ ചിലപ്പോൾ നമ്മളൊക്കെ കത്തിപ്പോകും, നമ്മളൊക്കെ ഭസ്മമായി പോകും. ചിലപ്പോ തിരിച്ച് വന്ന വണ്ടിയെ തിരിച്ചു പോകാനൊക്കത്തില്ല, വണ്ടി മാറേണ്ടി വരും. മനസ്സിലായോ? ഹല്ലേലൂയ. പണ്ടൊരു കുടുംബം, ആദ്യ കുടുംബം ആരാധനയ്ക്ക് പോയി. ആരാധനയ്ക്ക് പോയത് നടന്നാണോ വണ്ടിയിലാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വന്നതുപോലെ അവർ തിരിച്ചു പോയില്ല. വണ്ടിയിലാ വന്നതെങ്കിൽ വേറെ വണ്ടിയെ പോകേണ്ടി വന്നു. ഹല്ലേലൂയ. ഇരുന്ന് വന്നതെങ്കിൽ കിടന്നു പോകേണ്ടി വന്നു. സംഗതി അങ്ങ് മാറി. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ അവിശ്വസ്തത കാണിച്ചപ്പോൾ ആദിമ നൂറ്റാണ്ടിലെ ഒരു കുടുംബം വെന്തുപോകാനിടയായി. ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വീഴാനിടയായി. അവർ ദൈവസന്നിധി ഭസ്മീകരിച്ചു പോകാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നാം എപ്പോഴും ചിന്തിക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇതാണ്. ഏതെങ്കിലും തെറ്റ് ചെയ്തവൻ, ഏതെങ്കിലും കുറവുകളുള്ളവൻ ആരാധനയ്ക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ ദൈവത്തിന്റെ ആത്മാവനെ വിവേചിച്ചു കഴിയുമ്പോൾ അവന്റെ ജീവിതം അവിടെ ഒന്നിൽ അവൻ ക്രമീകരിക്കും, അല്ലെങ്കിൽ അവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ഹല്ലേലൂയ. എന്നാൽ ഈ കാലയളവിൽ കൃപായുഗമാണെന്നുള്ളൊരു താൽക്കാലിക വിശ്വാസത്തോടുകൂടെ ഏത് തെറ്റ് ചെയ്താലും, ഹല്ലേലൂയ, എന്തെല്ലാം കുഴപ്പങ്ങൾ വന്നാലും അതൊന്നും ക്രമീകരിക്കപ്പെടാതെ അതിനെയൊക്കെ മൂടിവെച്ച് അതിനെയൊക്കെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരിക്കൽ ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെ ഓർപ്പിക്കാനിടയായി. ഒരു പായയിലിരുന്ന് ആരാധിക്കുമെങ്കിലും, ഹല്ലേലൂയ, ഒരു കർത്തൃമേശ അടുത്തടുത്തിരുന്ന് എടുക്കുമെങ്കിലും, അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ട് കൈമാറ്റം ചെയ്യുമെങ്കിലും, അല്ലെ
കൈ കൊടുത്തൊന്ന് ചുംബനം ചെയ്യാൻ കഴിയാതെ, ഒരു ഹസ്തദാനം നടത്താൻ കഴിയാതെ, സന്തോഷത്തോടെ ഹല്ലേലൂയ ഉള്ളു തുറന്നൊന്ന് ചിരിക്കാൻ കഴിയാതെ, ഒന്ന് സംസാരിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ജീവിതത്തിൽ നിലനിൽക്കുന്നെങ്കിൽ ഹല്ലേലൂയ ദൈവം എങ്ങനെയാ നമ്മെ ഉണർത്തേണ്ടത്, എങ്ങനെയാ ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടത്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ ദൈവത്തോട് നമുക്ക് പ്രാഗൽഭ്യമുണ്ട്. ഇന്ന് പകൽ ഈ വചനം ഞാൻ സംസാരിക്കുമ്പോൾ ഹൃദയത്തിൽ ഏതെങ്കിലും അനുഭവങ്ങളിൽ വൃത്തികേടിന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെ ക്രമീകരിക്കേണ്ടതായ തെറ്റുകൾ ഉണ്ടെങ്കിൽ, ഏറ്റുപറയേണ്ടതുണ്ടെങ്കിൽ, നിരപ്പാകേണ്ടതുണ്ടെങ്കിൽ ഹല്ലേലൂയ ഒരു വാക്കിൽ ഒതുക്കേണ്ടത് ഹല്ലേലൂയ നാം സൂക്ഷിച്ചു വച്ചാൽ പിന്നെ 1.5 മണിക്കൂർ പറഞ്ഞാലും തീരത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്കിൽ സോറി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തീരാവുന്നത് ഹല്ലേലൂയ നാളുകൾ പലത് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിൽക്കാനിടയായിത്തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമക്കളെ, എവിടെയാ തകരാറുകൾ സംഭവിച്ചത്? ഒരു മടങ്ങി വരവിന് ദൈവസഭ ആഹ്വാനം ചെയ്യുമ്പോൾ, ദൈവജനമായ നമ്മെ ദൈവം ആഹ്വാനം ചെയ്യുമ്പോൾ, ഒരു മടങ്ങി വരവിന് ആഗ്രഹിക്കുന്ന നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷി പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ആ വിഷയം വളരെ വ്യക്തമായി ഓർപ്പിച്ചു. അല്ലെങ്കിൽ നമുക്ക് നിരക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് താഴാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറ നമ്മെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നാളെ ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ 2 കുഞ്ഞുങ്ങളെ ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നപ്പോ അവർ 2 പേരും കൂടെ, അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളാ, അവര് കഞ്ഞിയും കറിയും കളിക്കുക. കഞ്ഞിയും കറിയും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പനും അമ്മയുമായി സ്വയം അവരിങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൻ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് പോലെ ഓടിച്ച് സാധനം കൊണ്ടിരുന്നു, അമ്മ പാചകമൊക്കെ ചെയ്യുന്നു. ഇത് ഇദ്ദേഹമൊക്കെ ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരുന്നപ്പോ പല തരത്തിലുള്ളതായ ചിരട്ടയ്ക്കകത്ത് ഇതൊക്കെ ഇങ്ങനെ ക്രമീകരിച്ചു വെച്ചു. ഇങ്ങനെ ഇതെല്ലാം ഒക്കെ ക്രമീകരിച്ച് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇല വെട്ടി അവരിങ്ങനെ അവരുണ്ടാക്കിയ ആഹാരമൊക്കെ ഇങ്ങനെ വിളമ്പി. ഇങ്ങനെ ആഹാരമൊക്കെ വിളമ്പി കഴിഞ്ഞപ്പോ ശ്രദ്ധിച്ചപ്പോൾ എല്ലാം പച്ച ഇലയിൽ ഇങ്ങനെ വിളമ്പി. അപ്പുറത്ത് നോക്കിയപ്പോ 2 ഉണക്ക ഇല അവിടെ വെച്ചിരിക്കുന്നു. ഈ ഉണക്ക ഇലയിലും വെച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഈ ആള് ചോദിച്ചു, കുഞ്ഞെ ഈ പച്ച ഇലയിലൊക്കെ വെട്ടിയത് എന്താണെന്ന് മനസ്സിലായി. ഈ ഉണക്ക ഇല വെട്ടി എന്തിനാ ചോദിച്ചപ്പോ ആ കൊച്ചു കുഞ്ഞുങ്ങൾ, നമ്മുടെ ഈ കൊച്ച് തീരെ കുഞ്ഞുങ്ങളുടെ പ്രായത്തിലുള്ള പിള്ളേർ പറഞ്ഞ എന്താണെന്നറിയാമോ? ദൈവമക്കളെ ശ്രദ്ധിക്കണം, ഇഞ്ചക്ട് ചെയ്തതല്ല, കണ്ടു മനസ്സിലാക്കിയത്. അതെന്തിനാ ചോദിച്ചാ പപ്പയ്ക്കും മമ്മിക്കും ഉള്ളതാണ്. മനസ്സിലായോ? ഉണക്കയില അപ്പനും അമ്മയ്ക്കും ഉള്ളതാണ്. 2 വയസ്സായപ്പോഴേ ഉണക്കയില റിസർവ് ആക്കി കഴിഞ്ഞു. കാരണം ഈ കുഞ്ഞുങ്ങൾ വളരുന്നത് കാണുന്ന ഇതാണ് അവരുടെ അപ്പന് കൊടുക്കുന്നത്. അങ്ങനെയുള്ളതായ ഒരു പിച്ചപാത്രത്തിൽ എന്ന പോലെ തലമുറ കണ്ട് വളർന്നു വരുമ്പോ ആരും പറയാതെ 2ാമത്തെ വയസ്സിൽ ഉണക്കയില മാറ്റിവെച്ച് അവരുടെ മനസ്സിൽ ഇടം കൊടുത്തു. വളർന്നു വരുമ്പോ നിനക്കൊരു ഉണക്കയിലയുണ്ടെന്നോ? ഇന്ന് പകൽക്കാലം മറന്നു പോകരുത് ദൈവമക്കളെ. വളർന്നു വരുന്ന തലമുറയെങ്കിലും ദൈവസന്നിധി നിലനിൽക്കണമെങ്കിൽ അവരുടെ മുമ്പിൽ മാതൃയോടെ ജീവിപ്പാൻ, അവരുടെ മുമ്പിൽ വിശ്വസ്തത പാലിക്കുവാൻ ഈ ആഹ്വാനം ഏറ്റെടുക്കുന്ന ദൈവമക്കളെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുന്നതിനേക്കാൾ അല്ലെങ്കിൽ അധികമായി ഈ കാലങ്ങളിൽ തലമുറ ദൈവസന്നിധി നിലനിൽക്കണമെങ്കിൽ അതിന്റെ മുമ്പിൽ വിശ്വസ്തത പാലിച്ചേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കരങ്ങൾ കൊണ്ട് സ്നേഹത്തോടെ ഒരാഹാരം ലഭിക്കണമെങ്കിൽ, അവരിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം ലഭിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യേണ്ട കടപ്പാടുകൾ മറക്കാതിരുന്നാൽ മാനിപ്പാൻ ദൈവം വിശ്വസ്തന. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, മടങ്ങി വരേണ്ടതായ മേഖലകളിൽ മടങ്ങി വരണം. ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരോടെങ്കിലും എന്തെങ്കിലും ഭാരങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഹല്ലേലൂയ അത് ദൈവസ്നേഹത്തിൽ വിട്ടുകളയണം. കൂടെ ജോലി ചെയ്യുന്നവരോടാകട്ടെ, കൂടെ ആരാധിക്കുന്നവരോടാകട്ടെ, ഹല്ലേലൂയ, കൂടെ ദേശത്ത് പാർക്കുന്നവരോടുള്ള ബന്ധത്തിലാകട്ടെ, കൂടെ താമസിക്കുന്നവരോടുള്ള ബന്ധത്തിലാകട്ടെ, അല്ലെങ്കിൽ ഒരു സഭയിൽ ആരാധിക്കുന്നവരല്ലേ നാം എല്ലാവരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം വിഭാഗികമായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ തെറ്റ് വലുതാക്കി നമ്മൾ ഉയർത്തിക്കൊണ്ടു പോകരുത്. ഹല്ലേലൂയ. ഞാൻ ഇന്ന വ്യക്തിയോട് ഹല്ലേലൂയ അല്പം ഭാരത്തിലാണെന്നുള്ളത് 4 പേരോട് പറയുന്നത് ക്രെഡിറ്റായി ചിന്തിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്.
ഹല്ലേലൂയ. ദൈവമക്കളെ പോരാ. ഹല്ലേലൂയ. അതൊക്കെ അധർമ്മത്തിന്റെ വ്യാപാരമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ അതിനോടൊക്കെ യാത്ര പറയണം, അതിനോടൊക്കെ വിട പറയണം. ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ദൈവമക്കളെ, പരസ്പരം ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത, പരസ്പരം ഹൃദയം തുറന്ന് അല്ലെ കൈ കൊടുക്കാൻ കഴിയാത്ത അല്ലെ ഒരു ഏതെങ്കിലും അനുഭവങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ ഈ വചനത്തിന്റെ ദൈവസ്നേഹത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഈ ആരാധന കഴിഞ്ഞ് ഇവിടെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്റെ ദൈവത്തോടുള്ളതായ അപേക്ഷയും നിങ്ങളോടുള്ളതായ എന്റെ ഹല്ലേലൂയ താല്പര്യമെന്ന് പറയുന്നത് അതിനൊരു ക്രമീകരണം ഉണ്ടാകണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ദിവസങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അഭിഷേകം പ്രാപിക്കാതെ ഒത്തിരി സഹോദരങ്ങൾ നമുക്കുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്. പണ്ട് കാലത്ത് അഭിഷേകം പ്രാപിച്ച് ഇന്ന് അത് നിലനിൽക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ആളുകളുണ്ട്. ഹല്ലേലൂയ. ഇതിനെല്ലാവരും മാറ്റം വരണം. അതിനൊരു മാറ്റം വരണമെങ്കിൽ അടിത്തറ ശരിയാകണം, അടിത്തറ ശരിയാകണം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, 3 കല്ല് കൂട്ടിയാലും അടുപ്പ് വെക്കാം, 4 കല്ല് കൂട്ടിയാലും അടുപ്പ് വെക്കാം, 2 കല്ലിൽ ഒരു അടുപ്പ് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ 3 കല്ലും ഒരുപോലെ ആകണ്ടേ, എങ്കിലല്ലേ എന്തെങ്കിലും പാത്രം അതിനെ വെക്കാൻ കഴിയുള്ളൂ. അല്ലേ ദൈവം ആഗ്രഹിച്ചാൽ പോലും ചില വിടുതലുകൾ നടക്കണമെങ്കിൽ അല്ലേ ചേർന്നിരിക്കേണ്ട ഞാനും നീയും ഒരുമിച്ചെങ്കിൽ മാത്രമല്ലേ സാധിക്കൂ. ഇന്ന് പകൽക്കാലം ദൈവമേ, എന്നെ അതിനായി ഞാൻ സമർപ്പിക്കുന്നു. ദൈവത്തോടും മനുഷ്യരോടും ഒരു കുറ്റമറ്റ മനസ്സാക്ഷി അത് പ്രാപിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഭവനത്തിൽ വിശ്വസ്തനാകാൻ, എന്റെ ചുറ്റുപാടുകൾ വിശ്വസ്തനാകാൻ, എന്റെ സഭയിൽ, എന്റെ ജോലിയിൽ, ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്തത പാലിപ്പാൻ ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടാൽ ഹല്ലേലൂയ, അത് എന്നിലാണെങ്കിലും ഉപദേശിയായതുകൊണ്ട് കൺസെഷൻ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്തരവാദിത്തപ്പെട്ടവരായതുകൊണ്ട് കൺസെഷൻ ഇല്ല. ദൈവം ഇതിലെ അത് ആരിൽ കണ്ടാലും ഹല്ലേലൂയ അവന് മുഖപക്ഷമില്ല. ഹല്ലേലൂയ. വിശ്വാസിയെ വെട്ടുന്ന അതേ വാളുകൊണ്ട് ഉപദേശിയെ വെട്ടും. അവിശ്വസ്തർ ആരിൽ കണ്ടാലും ഹല്ലേലൂയ കത്തി രണ്ടില്ല, വാള് രണ്ടില്ല, ഒരൊറ്റ വാളേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. വചനം രണ്ടില്ല, വചനം ഒന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അത് ഇരുവായുത്തലയുള്ള വാളാണ്. അത് എന്നെയും വെട്ടും. അത് അവിശ്വസ്തത കാണിക്കുന്ന ഏതൊരുവനെയും വെട്ടും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ന്യായവിധി ഇവിടെ ദൂത് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടുത്തുകയാണ്, ചിന്തിക്കരുത്. ദൈവജനത്തിന്റെ മുമ്പിൽ ഞാൻ ഭയക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. ഞാൻ നിൽക്കുന്നത് ദഹിപ്പിക്കുന്ന അഗ്നിയുടെ മുമ്പിലാണെന്നുള്ള നല്ല ബോധ്യത്തോടുകൂടെ ഈ രാവിലെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവജനത്തിന് വിളമ്പാനുള്ള ദൂതിനായി ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ പറയട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകണം, നമ്മുടെ സഭയ്ക്കൊരു മാറ്റം ഉണ്ടാകണം, നമുക്കൊരു ഉണർവിന്റെ കാലഘട്ടം ഉണ്ടാകണം. ഹല്ലേലൂയ. വേപ്രായിൽ ഒരു ഉണർവ് ആരംഭിച്ചെന്ന്, അത് ചർച്ചക്കോട് സഭയിൽ ആരംഭിച്ചെന്ന്, അത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ആരംഭിച്ചെന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കാനല്ല, മറ്റുള്ളവരെ അറിയാനല്ല. ഹല്ലേലൂയ. നാം അറിയാൻ ഹല്ലേലൂയ തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും വിട്ടിലും തിന്ന ഒരു കാലയളവുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കാൻ ഭക്തൻ തയ്യാറായപ്പോൾ, ക്രമീകരിക്കാൻ ജനം തയ്യാറായപ്പോൾ ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. ആ കാലങ്ങളെ ഞാൻ മടക്കി തരാം. തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും വീട്ടിലും നിന്ന് ആ കാലങ്ങളെ ഞാൻ മടക്കി തരാം. അതിന് തക്കവണ്ണം ഞാൻ നിങ്ങളെ മാനിക്കാം. ഇത് ദൈവജനത്തിന്റെ വ്യവസ്ഥയെങ്കിലോ ഹല്ലേലൂയ ഒരുങ്ങാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ, ക്രമീകരിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, അല്ലെ സ്വയത്തെറ്റിന് ന്യായീകരണം കണ്ടെത്തി അതിന്റെ മുമ്പിൽ അതിനെ പിടിച്ചു നിർത്താതെ ഹല്ലേലൂയ എന്നിൽ പോരായ്മയുണ്ട്, ഒന്ന് താഴാൻ തയ്യാറാകാം. ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. നമ്മൾ ആരും പൂർണ്ണരല്ലല്ലോ. ഹല്ലേലൂയ. ദൈവം നോക്കിയാൽ ഒത്തിരി പോരായ്മകളില്ലേ. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമാ, ഭൂമി അവന്റെ പാദപീഠമാ. അവന്റെ കണ്ണിന് സ്വർഗം പോലും നിർമ്മലമല്ലെങ്കിൽ ഇത് പകൽ അവന്റെ പാദപീഠത്തിലായിരിക്കുന്ന ദൈവവൈതലേ, ഒരുപക്ഷെ ഞാൻ നോക്കിയാൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കാം, ഇവിടെയുള്ള ബഹുമാനപ്പെട്ട ദൈവദാസന്മാർ നോക്കിയാൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കാം. പക്ഷേ തേജോമയനായ ദൈവം നോക്കുമ്പോ എന്തെങ്കിലും പോരായ്മ എന്നിലും നിന്നിലുമില്ലേ. നമ്മുടെ പ്രിയപ്പെട്ടവർ ഭവനത്തിലുള്ളവർ പറയും, ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ മാതാവ്, എന്റെ തലമുറ ഹല്ലേലൂയ മറ്റുള്ളവരെക്കാളൊക്കെ എത്രയോ ബെറ്ററാ. ഹല്ലേലൂയ. അവർക്കൊരു കുറവില്ല, അവർക്കൊരു തെറ്റില്ല. നമ്മുടെ കൂടെ ആരാധിക്കുന്നവർ പക്ഷെ പറയും, ആ സഹോദരൻ, ആ സഹോദരി, ആ പിതാവ്, മാതാവ് എന്നെക്കാട്ടിൽ ബെറ്ററാ.
ഹല്ലേലൂയ. ഏറ്റവും മഹത്വകരമെന്ന് ആരും പറയത്തില്ല. എല്ലാവരെക്കാളും അല്പം കൂടെ എന്നേ പറയാനുള്ളൂ. പക്ഷേ ദൈവം തമ്പുരാൻ നോക്കുമ്പോ പോരായ്മകൾ കാണും, കുറവുകൾ കാണും. ഹല്ലേലൂയ. നമുക്ക് കണ്ടുപിടിക്കാം. ദൈവസ്ഥലം നമുക്കൊന്ന് ഉണർത്തപ്പെടാം. ദൈവത്തിന്റെ സ്തോത്രം. ഒരു ചിന്ത ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്ക് കേൾക്കാതെയും അകന്ന് നിൽക്കുന്നതെന്താ? എന്റെ ഞരക്കത്തിന്റെ വാക്ക് എപ്പോഴാണെന്നറിയാമോ? ഹല്ലേലൂയ. വേദഭാഗം എടുത്ത് വായിക്കണ്ട, ഞാൻ വേഗത്തിൽ ചുരുക്കി പറയാം. അർദ്ധപ്രാണനായി വഴിയരികെ കിടക്കുന്ന ഹല്ലേലൂയ ഒരു യഹൂദൻ. അവനൊരു യഹൂദനാ. അവനോട് കടപ്പാടുള്ള പലരും, ആത്മീയ നിലവാരത്തിൽ ഹല്ലേലൂയ ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുന്ന പലരും കണ്ടു, വിഷയങ്ങൾ അറിഞ്ഞു. ആരും ഇറങ്ങി വരാൻ തയ്യാറായില്ല. ഒന്ന് കൈ കൊടുക്കാൻ ആരും തയ്യാറായില്ല. ദൈവമക്കളെ, ഇന്നത്തെ ആത്മീയ ഗോളം അങ്ങനെയാ. അർദ്ധപ്രാണനായി കിടക്കുന്ന പലരുടെ അടുക്കലേക്കും ഒന്ന് കൈ നീട്ടാൻ, ഹല്ലേലൂയ, അവരെ ഒന്ന് കൈ നീട്ടി അവരുടെ കരത്തിനൊന്ന് പിടിക്കാൻ, ഹല്ലേലൂയ, പലർക്കും ആവശ്യം ഹല്ലേലൂയ കരം പിടിക്കാൻ ഒരാളാ. കിട്ടാത്ത ഒരു സ്നേഹം കിട്ടുമ്പോഴാണല്ലോ ആ ഭാഗത്തോട്ട് മനുഷ്യൻ കൂടുതൽ അടുപ്പം കാണിക്കുന്നത്. അങ്ങനെയൊക്കെ ദൈവമക്കളെ, ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യം ഒരു കരുതുന്ന കരമാ. ഹല്ലേലൂയ. ആ ഒരു കരം ഒന്ന് നീണ്ടുവരുന്ന കാണാൻ ഈ മനുഷ്യൻ ആഗ്രഹിച്ച് കാത്തു കിടക്കുക. തന്റെ ശബ്ദമുയർത്തി നിലവിളിക്കാൻ കഴിയുന്നില്ല. ഒരു ചെറിയ ഞരക്കം മാത്രമേ തന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്നുള്ളൂ. പുരോഹിതൻ പോയി മൈൻഡ് ചെയ്തില്ല, ലേവ്യൻ പോയി മൈൻഡ് ചെയ്തില്ല. ഒരു ശമര്യക്കാരൻ വന്നു. അവൻ കടപ്പാടുള്ളവനല്ലെങ്കിലും ഒരു മനുഷ്യ സ്നേഹിയായതുകൊണ്ട് അവൻ അവിടെ നിന്നു. അവൻ വാഹനമൃഗത്തിന്റെ പുറത്തൊന്ന് ഇറങ്ങി, അല്ലെ എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ എന്ത് ചെയ്തു? അല്ലെ വെച്ച് കെട്ടി. ഈ വഴിയിൽ കിടക്കുന്ന മനുഷ്യൻ ഞരങ്ങുകയാ, കർത്താവേ, എന്റെ ഞരക്കത്തിന്റെ വാക്ക് നീ കേൾക്കാതെ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞാനിങ്ങനെ കിടക്കുന്നത്? എന്ത് ദോഷം ചെയ്തിട്ടാ ഞാനിങ്ങനെ കിടക്കുന്നത്? ഹല്ലേലൂയ. ഏത് തിന്മയുടെ പരിണിത ഫലമായി എനിക്കിത് സംഭവിച്ചത്? നമ്മൾ ഇരുന്ന് ചിന്തിക്കത്തില്ലേ, കർത്താവെ, ഞാൻ ഒറ്റ പ്രാർത്ഥന മുടക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കർത്തൃമേശ പോലും ഞാൻ മുടക്കുന്നില്ല. ഹല്ലേലൂയ. എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളിലും എന്നാലാവോളം ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എത്തുന്നുണ്ട്, ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാ കർത്താവ് എനിക്കിങ്ങനെ സംഭവിച്ചത്? ഈ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുക. കർത്താവ്, കടപ്പാടുള്ളവരൊക്കെ പോയി, ഇനിയും ഈ പകൽ ഇതുവഴിയായി എന്നെ സഹായിക്കാൻ എന്റെ കുലത്തിൽപ്പെട്ട ഒരുത്തൻ വരാൻ സാധ്യതയില്ല. നമ്മൾ സാധാരണ പറയുന്ന പോലെ അവസാനത്തെ വ്യക്തിയും പോയി. പക്ഷെ വേദനിക്കുന്ന അവന്റെ മനസ്സിന് ആശ്വാസം നൽകാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാണ് അവസാനിപ്പിക്കുക. ആ നല്ല ശമരിയാക്കാരൻ അവിടേക്ക് ചെന്നു. ആ നല്ല ശമരിയാക്കാരൻ അവിടേക്ക് ഹല്ലേലൂയ അടുത്ത് ചെന്ന് അവന്റെ മുറിവുകൾ എന്ത് ചെയ്തു? ചില ബുദ്ധിമുട്ടാ. ഹല്ലേലൂയ. വഴിയിൽ കിടക്കുന്നവന്റെ അടുക്കൽ അവന്റെ മുറിവുകൾ ഒന്ന് കഴുകണമെങ്കിൽ ഹല്ലേലൂയ നടുവളയ്ക്കാതിരുന്നാൽ പറ്റത്തില്ല, അല്ലെ മുട്ടുകുത്തിയാലും പറ്റത്തില്ല. അവിടെ ഒന്ന് താണിരിക്കണം. ഹല്ലേലൂയ. ദൈവവൈതലേ, ഒരുത്തന്നെ നേടണമെങ്കിൽ നീ ഒന്ന് അല്പം താഴണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ വേദനിക്കുന്ന ചിലരെ നേടണമെങ്കിൽ, അവരുടെ മുറിവുകളെ ഒന്ന് കഴുകണമെങ്കിൽ, അതിന് ദൈവം നിനക്കൊരു നിയോഗം തരുമ്പോൾ അതിനു വേണ്ടി ഒന്ന് തയ്യാറാകണം. ഇതെല്ലാം ഒക്കെ ചെയ്തു. ഫസ്റ്റ് എയ്ഡ് ചെയ്ത ശേഷം അവനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ഈ ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് വേണം ഇവന് പോകാം. കാരണം ഇവൻ മരിക്കത്തില്ലെന്നുള്ളത് അവൻ ഉറപ്പാക്കി കഴിഞ്ഞു. അവന്റെ എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ അവന്റെ മുറിവുകൾ വെച്ച് കെട്ടി കഴുകി വൃത്തിയാക്കി ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഇനി മരിക്കയില്ലെന്ന് ഉറപ്പുവരുത്തി. പക്ഷേ അവന്റെ മനസാക്ഷി ഇട്ടേച്ചു പോകുന്നതല്ല. അവനെ കരങ്ങളിലെടുത്തു. അവനെ തന്റെ വാഹനത്തിന്റെ മൃഗത്തിന്റെ പുറത്തു കയറ്റി ഒരു വഴി അമ്പലത്തിൽ കൊണ്ടുപോയി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ ഭാഗമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യം, ഈ നല്ല ശമരിയാക്കാരൻ ആരെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയുന്നത് എന്താ? നല്ല ശമരിയാക്കാരൻ ആരാ? നമ്മളെല്ലാവരും പറയുന്നത് യേശുക്രിസ്തുവാ. ഞാനും അങ്ങനെ തന്നെയാ പറയുന്നത്. പക്ഷേ യേശുക്രിസ്തു ആണെന്ന് പറഞ്ഞ് റെസ്പോൺസിബിലിറ്റി മുഴുവനും യേശുവിന്റെ തോളിലേക്ക് വെച്ചിട്ട് രക്ഷപ്പെടരുത്. അത് ഞാനൂടാ.
ഹല്ലേലൂയ. ആ നല്ല ശമരിയാക്കാരൻ എന്റെ കർത്താവ് കഴിഞ്ഞ പിന്നെ ഞാൻ ചെയ്തേ മതിയാകുള്ളൂ. ഞാൻ ചിലർക്കിടെ അടുക്കിലേക്കൊന്ന് പോകണം. ഹല്ലേലൂയ. വേദനിക്കുന്ന ചിലരെ ഞാൻ തിരിച്ചറിയണം. ആവശ്യങ്ങളിൽ ഇരിക്കുന്ന ചിലരെ ഞാൻ തിരിച്ചറിയണം. അവരുടെ അടുക്കലൊന്ന് പോയി ഇരിക്കണം. ഹല്ലേലൂയ. അവരുടെ വേദന എന്താണെന്നൊന്ന് ഷെയർ ചെയ്യാൻ ഒരവസരം കൊടുക്കണം. അർദ്ധപ്രാണനായി കിടക്കുന്നവന്റെ ശ്വാസം നിലയ്ക്കുന്നതിന് മുമ്പ് അവന് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവന്റെ അതിരങ്ങ് തുറക്കാനിടയായി, അവൻ സംസാരിക്കാനിടയായി, അവന്റേതായ ഭാരങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അവനൊക്കെ പറയാനിടയായി. ഹല്ലേലൂയ. തന്നെ കൊണ്ടാകുന്ന നിലയിൽ ഹല്ലേലൂയ അവനെ രക്ഷ ചെയ്യാനിടയായി. ദൈവമക്കളെ, പകരാൻ ചിലത് നമ്മുടെ കൈ തന്നിട്ടുണ്ട്. വേദനിക്കുന്ന ചിലർക്ക് പകരാൻ ചിലത്, ചിലരുടെ മുറിവുകളെ കെട്ടാൻ ചിലത് ദൈവം നമ്മുടെ കൈ തന്നിട്ടുണ്ട്. ചിലരുടെ മുറിവുകൾക്ക് സൗഖ്യം വരുത്താൻ ചിലത് നമ്മുടെ കൈ തന്നിട്ടുണ്ട്. ഈ ദിവസങ്ങൾ തിരിച്ചറിയണം. എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുക. തിരിച്ചറിഞ്ഞതുകൊണ്ട് അതിനെ കരങ്ങൾ എടുത്തുകൊണ്ട് പുറപ്പെടാൻ, ഹല്ലേലൂയ, കർത്താവ് അയക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ, ചിലരുടെ മുറിവ് ഹല്ലേലൂയ ഉണക്കേണ്ടതിന്, ചിലരുടെ വേദനയ്ക്ക് ശമനം വരേണ്ടതിന്, തകർന്നിരിക്കുന്ന കുടുംബ ബന്ധങ്ങളിലേക്ക്, തകർന്നിരിക്കുന്ന വ്യക്തികളുടെ അടുക്കലേക്ക് ആശ്വാസത്തിന്റെ ദൂതുമായി പോകാൻ അല്ലെങ്കിൽ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, തലകൾ വണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. നിത്യനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല നിമിഷത്തെ ഓർത്ത് നന്ദി പറയുന്നു. തിരുസന്നിധിയിലായിരുന്ന തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടെ നൽകി തന്ന വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ നല്ല സാക്ഷ്യങ്ങൾക്കായി കർത്താവെ, എല്ലാ നല്ല വാക്കുകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ അനുഭവങ്ങളിൽ കർത്താവ് ഞങ്ങളെ നടത്തിയ കാലങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ വേദനകളിൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ കൈവിട്ടാതെ, ഹല്ലേലൂയ, ഞങ്ങളെ കൈവിടാതെ ഞങ്ങളെ സൂക്ഷിച്ച കർത്താവെ, പലപ്പോഴും ഞങ്ങളിൽ കുറവുകൾ ഉണ്ടായിരുന്നിട്ടും അവിശ്വസ്തകൾ ഉണ്ടായിരുന്നിട്ടും അവിടുത്തെ കരം ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പോരായ്മകളെ കണ്ടുപിടിക്കാൻ, ഞങ്ങൾ എന്തെങ്കിലും കർത്താവെ കുറവുകൾ ഉണ്ടെങ്കിൽ, വൃത്തികേടുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ഒന്ന് മാനസാന്തരപ്പെടാൻ ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അർദ്ധപ്രാണനായി കിടന്ന മനുഷ്യനിലേക്ക് ആ ശമര്യക്കാരന്റെ സ്നേഹം ഹല്ലേലൂയ വെളിപ്പെട്ടതുപോലെ സമൂഹത്തിൽ അർദ്ധപ്രാണരായി കിടക്കുന്ന പലരുടെ അടുക്കലേക്കും ഹല്ലേലൂയ യോഗ്യതയില്ലെങ്കിലും ബന്ധമില്ലെങ്കിലും ഹല്ലേലൂയ മാനുഷിക പരിഗണനയിൽ ദൈവം തന്ന സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ കടന്നുപോകാൻ ഞങ്ങളെ ഒരുക്കണമേ. മറ്റുള്ളവർക്ക് പകരാൻ ഞങ്ങൾ തന്നിരിക്കുന്നത് തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങൾ അത് ചെയ്യാൻ ഞങ്ങളെ ഒരുക്കണമേ. അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഉണർത്തണമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഉണർത്തണമേ, ഞങ്ങളുടെ മാതാക്കളെ പിതാക്കളെ ഉണർത്തണമേ, സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ ഉണർത്തണമേ. കർത്താവേ, ഒരു ഉണർവിന്റെ കാറ്റ് ഞങ്ങളുടെ സഭയിൽ അടിക്കുവാൻ, ഞങ്ങളുടെ ദേശത്ത് അടിക്കുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുവാൻ ഇടയാക്കണം. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. എല്ലാ മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. വീണ്ടും തിരുസന്നിധിയിലായിരിക്കുന്ന നിമിഷങ്ങൾ അങ്ങയെ സ്തുതിപ്പാനും തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും സഹായിക്കും. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. കരവും ശബ്ദമുയർത്തിയ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Oh